ഹലോ, അസ്സലാമലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? ഇതാ ഈ പൂ പോലെ ഇരിക്കുന്ന സാധനം കണ്ട, ഇതാണ് സക്രോളിട്ട. നമ്മുടെ ഡിഷല്ല, കൊങ്ങണിക്കാരാണ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എന്നും പറയുന്ന പോലെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. ടേസ്റ്റൊക്കെ ഉണ്ട്. നമ്മുടെ നെയ്യപ്പത്തിൻ്റെ ഒക്കെ ഒരു വകയിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് വരും. അതുപോലൊക്കെയാണ് കഴിക്കാനും. നമ്മൾ നാളികേരൊക്കെ തീർന്നില്ല എന്നുള്ളൂ. ഇതാവുമ്പോൾ അധികം പണിയൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കുറച്ച് സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ പറഞ്ഞത് ഉമ്മാടെ മാമയാണ് കേട്ടോ. മാമ ദുബൈയിലാണ്, റസാഖ് മാമയാണ്. അപ്പോൾ മാമയുടെ ഒരു സുർബിയാൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാമ ഗൾഫിലാണ്. അപ്പോൾ അവിടെ കൊങ്ങണിക്കാരൊക്കെ മാമക്ക് ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു കൊടുത്തിട്ട് മാമ അത് കഴിച്ചിട്ടുണ്ട് ഇത്ര അവരുണ്ടാക്കിയിട്ട്. അപ്പോൾ എൻ്റെ അടുത്തും പറഞ്ഞു, മോളൊന്ന് ഉണ്ടാക്കി നോക്കി നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് അധികം പണിയൊന്നും ഇല്ലല്ലോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണല്ലോ. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അല്ലേ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ശർക്കരയാണ്. സക്രോളിയാണല്ലോ, അപ്പോൾ ശർക്കരയാണല്ലോ. അപ്പോൾ അതാ 4 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. നമുക്ക് മധുരത്തിന് എത്ര വേണം അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്, അപ്പോൾ കുറച്ച് വിരുന്നേരമൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് 4 അച്ച് ശർക്കര എടുത്തേക്കുന്നത്. നമ്മൾ 2-3 ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു 2-3 അച്ചൊക്കെ ശർക്കര മതിയാവും. പിന്നെ എടുത്തേക്കുന്നത് 1 കപ്പ് മൈദ, 1 കപ്പ് അരിപ്പൊടി. അപ്പോൾ അങ്ങനെ തന്നെ എടുക്കണം കേട്ടോ. 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് മൈദ, അങ്ങനെയുള്ള ഇതിലെടുക്കണം. പിന്നെ കുറച്ച് ഏലക്കപ്പൊടി, പിന്നെ ആവശ്യത്തിന് തരി ഉപ്പും. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നമ്മളൊരു മണത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് എനിക്കറിയില്ല, മാമ പറഞ്ഞെന്നു അതുപോലെ ഞാൻ ഇട്ടു. അപ്പോൾ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ആ ശർക്കര പാനി ഉണ്ടല്ലോ, അത് നമ്മൾ ചൂടാറിയതിന് ശേഷമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചായിട്ട് അത് ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അധികം അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിങ്ങനെ കലക്കിയെടുക്കരുത്. അപ്പോൾ പെട്ടെന്ന് അത് കട്ടയാവും. നമുക്ക് പെട്ടെന്ന് അത് കലക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് തന്നെ, വെള്ളമല്ല ശർക്കര പാനി ഒഴിച്ച് കൊടുത്തിട്ട് വേണം അതൊന്ന് കലക്കിയെടുക്കണമെങ്കിൽ. അപ്പോൾ അതാ ഞാൻ ആ ഒരു പാത്രത്തിലിട്ട് കലക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കുറച്ച് കണ്ട് മാറ്റിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൽ കലക്കിയെടുക്കണത്. ഇത് മുന്നേ ചെയ്താൽ മതിയായിരുന്നു, കുറച്ച് വലിയ പാത്രം എടുത്താൽ മതിയായിരുന്നു. അപ്പോൾ ഈ ഒരു പണി ഉണ്ടായിരുന്നില്ല. അതാണ് പറയുന്നത്, മടിയും മല ചുമക്കുന്ന് ആ ഒരവസ്ഥയിലായി. ബാക്കിയുള്ള ശർക്കര പാനിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നല്ല കട്ടി വേണ്ട കേട്ടോ, കുറച്ച് ലൂസ് വേണം. അത് വിചാരിച്ച് നമ്മൾ നീർദോശയുടെ ലൂസല്ല, എന്നാലും നമ്മൾ ദോശമാവിനെക്കാട്ടും കുറച്ച് ലൂസായിട്ട് കിട്ടണം. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക, കട്ടൊന്നും ഇല്ലാതെ കലക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ഞാൻ കട്ടില്ലാതെ കലക്കിയെടുത്തിട്ടുണ്ട്. ചെറിയൊരു കട്ടുണ്ടല്ലേ, അപ്പോൾ അതും കൂടി നമുക്ക് തീർത്തിട്ട് വരാം. അപ്പോൾ അത് ആ കട്ടയും കൂടി മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ടില്ലാതെ തന്നെ ആക്കിയെടുക്കണം കേട്ടോ, എന്നാലാണ് നമ്മൾ വിചാരിച്ച ആ പൂവിൻ്റെ ഒരു ഷേപ്പായിട്ട് കിട്ടുള്ളൂ. പൂവായിട്ടോ അല്ലെങ്കിൽ നമ്മളെ പൈനാപ്പിളൊക്കെ മുറിച്ച് വെക്കില്ലേ, അതുപോലെ ആയിട്ടാണ് കേട്ടോ അത് തോന്നുക അങ്ങനെ ഉണ്ടാക്കി വരുമ്പോൾ. അപ്പോൾ അത് കട്ടില്ലാതൊക്കെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. നമുക്ക് 2-3 മണിക്കൂർ മാറ്റി വെക്കണം. ഞാനൊരു 3 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിത് 4 മണിക്കൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ഇതുപോലെ ആക്കി വെച്ചാൽ നമുക്ക് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റിട്ട് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ അതാ 4 മണിയൊക്കെ ആയതിൻ്റെ ശേഷമാണ് ഞാൻ ഇതാ എടുത്തേക്കുന്നത്. പൊങ്ങി വരുമൊന്നുമില്ല കേട്ടോ, നമ്മളിതിൽ അപ്പസോഡ അങ്ങനെ ഒന്നും ചേർക്കണമൊന്നുമില്ല. പക്ഷേ ഒരു മാവ് ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2-3 മണിക്കൂർ എടുത്ത് വെക്കണത്. അപ്പോൾ അതാ ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിൻ്റെ ശേഷം നമുക്കിനി ചൂടാം. അപ്പോൾ അത് അത്ര ഓയിലൊന്നും വേണ്ട കേട്ടോ, കുറച്ച് ഓയിൽ മതി. അപ്പോൾ അതാ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നമ്മളിത് മുക്കി പൊരിക്കണമൊന്നുമില്ല. അപ്പോൾ അത് കാരണം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ഓയിൽ ഇത് അങ്ങനെ കുടിക്കൊന്നുമില്ല കേട്ടോ, അത് കാരണം കൂടുതലായിട്ട് നമുക്ക് ഇങ്ങനെ ഓയിൽ കഴിക്കണമെന്ന് വരില്ല. എന്നാലും നിങ്ങൾ കുറച്ചൊക്കെ ഓയിൽ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അത് ഓയിലാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. നല്ല ചൂടായതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം. ഫ്ലെയിം കുറച്ചതിന് ശേഷം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഫ്ലെയിം കൂടുതലാണെങ്കിൽ അത് അങ്ങോട്ട് കരിഞ്ഞ് പോവുകയും ചെയ്യും, എന്നാൽ ഉള്ളു വെന്ത് വരില്ല. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണത്. ഇനി ഇതാ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് ഒരേ സൈഡ് ഇങ്ങനെ വെന്ത് വരുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ ഒരു പൂവിൻ്റെ ഒരു ഷേപ്പായിട്ട് വരും കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവണുണ്ടാവൂലേ, ഇങ്ങനെ കണ്ടില്ല, ഒരേ സൈഡിൽ നിന്ന് ഇങ്ങനെ മുരിഞ്ഞ് ഇങ്ങനെ വരും. അപ്പോൾ അത് ഇങ്ങനെ ഒരു ചെറിയൊരു വര പോലെ ആയിട്ട് വരും. അപ്പോൾ അതാണ് ഒരു പൂവിൻ്റെ ഒരു ഷേപ്പായിട്ട് വരുന്നത്. ഇനി ആ നടുവിലേക്ക് കുറച്ച് നമ്മൾ ഓയിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ ആ ഭാഗം കൂടി അങ്ങോട്ട് വെന്ത് വരും. നമ്മളിത് മറിച്ചിടണമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ആയാലും നമുക്കങ്ങോട്ട് കോരിയെടുക്കാം. ഇപ്പോൾ എല്ലാ ഭാഗവും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ അങ്ങോട്ട് കോരിയെടുക്കുക. നമ്മൾ ആദ്യം ഒഴിച്ച അതേ ഓയിൽ തന്നെയാണ് കേട്ടോ. നമുക്കൊരു 3-4 ഉണ്ടാക്കിയതിൻ്റെ ശേഷമാണ് വീണ്ടും ഓയിൽ ഒഴിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് ഒഴിക്കുമ്പോൾ ഒരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കണം, നമ്മൾ കുറച്ചിങ്ങനെ ഹൈറ്റിലാക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം. നമ്മൾ ചായയൊക്കെ ആറ്റില്ല അതുപോലെ തന്നെ. അപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് ആക്കിയിട്ട് അങ്ങനെ ഒഴിച്ച് കൊടുത്താലും നമുക്ക് അതുപോലെ ആയിട്ട് കിട്ടും. നമ്മളിങ്ങനെ താഴ്ത്തി ഒഴിക്കുമ്പോൾ ഒരു ഭാഗത്ത് മാത്രമായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ വലിയ കനത്തിലായി കിട്ടും. നമുക്ക് ഈ സക്രോളി കനത്തിലല്ല, കുറച്ചിങ്ങനെ ഒരു ഇങ്ങനെ പരന്ന സൈസായിട്ടാണ് കിട്ടേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഹൈറ്റിൽ നിന്ന് തന്നെ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അതാ രണ്ടാമത്തതും ആയി. അധികം സമയമൊന്നും ഇല്ല കേട്ടോ, പെട്ടെന്നായി വരും. പിന്നെ അടി കരിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. മൈദയും അരിപ്പൊടിയും കൂടി എടുത്ത കാരണം തോന്നുന്നുണ്ട് അതിൻ്റെ അടിയൊന്നും നമുക്ക് കരിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതാ ഞാൻ കാണിച്ചു തരട്ടെ. ഇതുപോലെ ഗ്ലാസ്സിലേക്ക് ഒരു കയ്യിലൊഴിച്ച് കൊടുക്കുക.
കൂടുതൽ മാവൊന്നും എടുക്കണ്ട, ഒരൊറ്റ കയ്യിൽ ഒഴിച്ച് കൊടുത്താൽ മതി. കൂടുതലാവുമ്പോൾ നല്ല കട്ടിയാവും, അപ്പോൾ നമുക്ക് കഴിക്കാൻ അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ താഴത്തുനിന്ന് ഒഴിച്ചിട്ട് ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുക, നല്ല ഹൈറ്റിൽ നിന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ പരന്ന് പരന്ന് വരും. അപ്പം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? കണ്ടില്ലേ, ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി അത് അതിന് 4 ഭാഗം ഇങ്ങനെ വെന്തിട്ട് ഇങ്ങനെ ഒരു ലൈനായിട്ട് അങ്ങോട്ട് വരും. കണ്ടില്ലേ, ഇതുപോലെ ആയിട്ട് വരും. പിന്നെ നടുവിലാവണം കുറച്ച് വേവാതിരിക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് ഓയിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്താൽ അതും പെട്ടെന്നായി വരും. ഇത് കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് മക്കൾക്കും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് മധുരമൊക്കെ ഉള്ളതാണല്ലോ. പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് മധുരം കുറയ്ക്കും കൂട്ടൊക്കെ ചെയ്യുക. പിന്നെ അധികം ഓയിലൊന്നും ഇല്ലല്ലോ, നമ്മൾ ഇങ്ങനെ മുക്കി പൊരിക്കണമൊന്നുമില്ലല്ലോ. പിന്നെ ആ ഒഴിച്ച ഓയിൽ അതുപോലെ തന്നെ അതിൽ കിടക്കണുണ്ട്. അപ്പോൾ നമ്മൾ സക്കറോളിയൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞു. ഇനി ഇത് നമ്മുടെ രീതിക്ക് കൊണ്ടുവരണമെങ്കിൽ കുറച്ച് നാളികേരക്കൊത്തും കുറച്ച് നല്ല ജീരകമൊക്കെ ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് നാടൻ പലഹാരങ്ങളിൽ നാളികേരക്കൊത്തും പിന്നെ അതുപോലെ തന്നെ നല്ല ജീരകം ഇല്ലാത്ത പലഹാരം ചിന്തിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അതാ നമ്മുടെ സക്കറോളി എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. കണ്ടില്ലേ, ഒരു പൂവിൻ്റെ ഷേപ്പും ഞാൻ പറഞ്ഞ പോലെ പൈനാപ്പിൾ മുറിച്ച് വെച്ച പോലൊക്കെ ഇല്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ തോന്നിയത്. റസാഖ് മാമ പറഞ്ഞു തന്ന ഒരു സുർബിയാൻ്റെ റെസിപ്പി നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടി ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. കാണാത്തൊരു പോയി കണ്ടു നോക്കിക്കോളൂ, നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമുക്കിനി ഇതൊന്ന് പൊട്ടിച്ച് നോക്കി നോക്കാം. സക്കറോണി പൊട്ടിച്ചിട്ട് അതിൻ്റെ നടുവിലത്തെ ആരി വെച്ചതൊക്കെ കാണിച്ചു തരണ്ടേ. അപ്പോൾ അതാ നമ്മുടെ കലത്തപ്പത്തിൻ്റെ കുഞ്ഞിതായിട്ട് വരും, അതുപോലെ നെയ്യപ്പത്തിൻ്റെ വകയിലായിട്ട് വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിലൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.